സമയം രാവിലെ 9:30 കേട്ടോ. നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ട്. 23,100ന്റെ കോൾ ഓപ്ഷനിലാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻട്രി എടുത്തിട്ട് ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ആവാറായി. ഞാനിപ്പോഴാണ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. ആള് റെസിസ്റ്റൻസിലാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മാർക്കറ്റിൽ നിന്ന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അപ്പൊ ഇന്നലത്തെ ആ ഒരു കണ്ടിന്യൂവേഷൻ, അതായത് ഫോൾ വന്നതിന്റെ കണ്ടിന്യൂവേഷനിലായിരിക്കും എന്ന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തത്. പക്ഷെ ഇവിടുന്ന് അപ്സൈഡ് പോവും. മാർക്കറ്റിന് ഇപ്പൊ ചെറുതായിട്ട് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കോൾ ഓപ്ഷനിൽ എൻട്രി എടുത്തത്. നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ 2 ലോട്ട് എടുത്തിട്ടുണ്ട്. 15 പോയിന്റ്സ് എസ് എൽ ഇട്ടിട്ടാണ് ഇരിക്കണത്. ഇവിടെ നമുക്ക് ഇതിൽ കാണുന്ന പോലെ റെസിസ്റ്റൻസിൽ തട്ടി നിൽക്കുമ്പോൾ ഞാൻ അവിടെ എൻട്രി എടുത്തു. പക്ഷെ ഇന്നത്തെ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്രീൻ ഇതിൽ നിങ്ങൾക്ക് കാണാം കിടക്കണ ഒരു ഗ്യാപ്പ് പ്രോപ്പർ ആയിട്ട് ഒന്ന് ഫിൽ ചെയ്തിട്ട് CPR 200 EMA എത്തുന്നാണ് എൻ്റെ ഒരു വ്യൂ വരുന്നത്. പക്ഷെ ഇപ്പൊ ചെറിയൊരു ലോസിലാണ് കറന്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഇതില് ഇപ്പൊ ഞാനിന്ന് സാധാരണ നമ്മൾ 9:30-ക്ക് ശേഷമൊക്കെയാണ് എൻട്രി കൺസിഡർ ചെയ്യാറ്. പക്ഷെ ഇന്നത്തെ ഒരു ഷോർട്ട് എൻട്രി ആണ്, എത്തും എന്നുള്ളൊരു വ്യൂ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ പ്രോബബിലിറ്റി വെച്ചിട്ടാണല്ലോ എൻട്രി എടുക്കേണ്ടത്. അപ്പൊ അത് കാരണം കൊണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പോഴും എൻട്രി എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഇപ്പൊ കറന്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുന്നത്തെ ക്യാൻഡിലും പ്രീമിയത്തിന്റെ ചാർട്ടിൽ നല്ല വല്ല റിജക്ഷൻ കാണിക്കുന്നുണ്ട്. ക്യാൻഡിൽ ഇത്രയും നല്ല വിക്ക് വന്നിട്ട് അപ്സൈഡിലേക്കുള്ള ഒരു വ്യൂ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോ 1:4 അടുത്ത് ടാർഗറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇതിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇപ്പൊ നമ്മളുടെ ഫസ്റ്റത്തെ ഇന്നത്തെ ആദ്യത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പിന്നെ അപ്സൈഡിലത്തെ ഗ്യാപ്പ് ഫിൽ ചെയ്ത് മുകളിൽ വരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ആ ഒരു മൊമെന്റിലായിരിക്കാം നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. കാരണം പ്രീമിയത്തിൽ അത്രയും മൂവ് കിട്ടണമെങ്കിൽ ആ ഒരു മൊമെന്റം കിട്ടണം. ഇപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റും നമ്മള് ഓൾറെഡി മാർക്കറ്റ് നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ലാസ്റ്റ് ഇത്രയും വലിയ സെൽ ഓഫ് വന്നു. ആ ഒരു ഇതിലും ആള് കോൾ സൈഡിലേക്ക് എൻട്രി എടുക്കണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഒരു ദിവസം കോൾ ബൈ ചെയ്യാനും കിട്ടും, പുട്ട് ബൈ ചെയ്യാനും ഒരു ഓപ്ഷൻ വരുത്തി തരും. പിന്നെ നമ്മൾ എവിടുന്ന് എൻട്രി എടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു വ്യൂ. ഇപ്പോ നോർമലി ലോസ് വരുന്നതും ഇതും തമ്മിൽ യാതൊരു രീതിയിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പല രീതിയിൽ നമുക്ക് ലോസ് വരാമല്ലോ എപ്പോഴും. അപ്പോൾ എൻട്രി എടുത്ത പ്രോബബിലിറ്റിയിൽ നോക്കുക, നമ്മുടെ ക്യാപിറ്റലിനെ സേവ് ചെയ്യുക, സേഫ് ആക്കി വെക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു എൻട്രി എടുത്തതിന് ശേഷം. പിന്നെ നമുക്ക് എപ്പോഴും ഓരോ കാര്യങ്ങളും ഡെയിലി പഠിക്കാൻ പറ്റും. അത്ര തന്നെ നമുക്ക് മാർക്കറ്റിൽ എൻട്രിക്ക് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. ടാർഗറ്റ് എവിടെ വരെ പോകും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റോപ്പ് ലോസ് നമുക്കറിയാം, ഇത്രയും ലോസ് ഉണ്ടാവുക എന്നുള്ളത് മാക്സിമം. അപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഇന്ന് ലോസ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, അതിന്റെ അടുത്ത ദിവസം പ്രോഫിറ്റ് കിട്ടും, 4-ാമത്തെ ദിവസം ലോസ് വരാം. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഒരു ചെറിയ ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് എത്രത്തോളം താഴെ പോകുന്നുള്ള അറിയില്ല, വെയിറ്റ് ചെയ്യാൻ എന്തായാലും നമുക്ക്. നമ്മള് ഉദ്ദേശിച്ച പോലെ തന്നെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നു നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോ 2-3 വട്ടം കുറച്ചു നേരം റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ഇപ്പൊ മൂവ് ചെയ്തത്. ആ ഒരൊറ്റ മൂവിൽ തന്നെ ഇന്നത്തെ പ്രീമിയത്തിന്റെ ക്യാൻഡലിന്റെ ആ ഒരു ഹൈക്കും ടച്ച് ചെയ്തു. ഓവറോള് ഒരു 20-25 പോയിന്റ്സ് നമുക്ക് ടാർഗറ്റ് തന്നു. അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസിന് എടുത്തൊന്ന് അപ്സൈഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ലോസിൽ ഇനി താഴേക്ക് വന്നാൽ എക്സിറ്റ് ആവുന്ന രീതിയിൽ. ഇപ്പൊ നമ്മുടെ സ്പോട്ട് ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കി കാണാം ഇന്നത്തെ ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എങ്ങനെയാണോ വരച്ചിട്ടുള്ളത്, എങ്ങനെ മൂവ് ചെയ്യുന്നതാണോ വരച്ചിട്ടുള്ളത്, ആ ഒരു മൊമെന്റ് ആണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഇനിയിപ്പോ താഴേക്ക് വരുമോ അതോ അപ്സൈഡ് തന്നെ പോവോ എന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ നല്ല രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇതിലെ മുകളിൽ കാണാൻ പറ്റണ ഒരു
റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ ആണ് നല്ല രീതിയിൽ ഒരു പ്രീമിയത്തിന്റെ സ്പൈക്ക് വന്നിട്ട് നമ്മുടെ ടാർഗറ്റിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കറണ്ട് സിറ്റുവേഷനിൽ പ്രീമിയം മൂവ് വെച്ചെങ്കിൽ അത്രയും എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു മൊമെന്റം തന്നിരുന്നെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ദാ വീണ്ടും താഴേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനത്തെ വീഴ്ചയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നല്ല രീതിയിലുള്ള ഡീക്ക് വരുന്നുണ്ട് ക്യാൻഡിലിൽ. ഞാൻ എന്തായാലും ഒന്ന് താഴത്തേക്ക് ഇപ്പൊ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസിന് വീണ്ടും നമ്മൾ എൻട്രി എടുത്ത ഒരു നോർമലി വെച്ച ആ ഒരു ഫസ്റ്റ് സ്റ്റോപ്പ് ലോസിലേക്ക് നീങ്ങി മൂവ് ചെയ്യാൻ നോക്കുകയാണ് ട്ടാ. കാരണം അത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
പക്ഷെ ഞാൻ കുറച്ച് നേരമായി നോക്കണു നമ്മുടെ ബ്രോക്കറുടെ ആപ്പിൽ അത്രയും ചെയ്തിട്ടും ഒരു ഇത് ആവണില്ല. പലപ്പോഴും ഫയേഴ്സിൽ ഇങ്ങനെ ഒരു പണി കിട്ടാറുണ്ട്. ഓർഡർ മോഡിഫൈഡ് എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷെ മൂവ് ചെയ്തിട്ടില്ല. ചാർട്ടിൽ മൂവ് ചെയ്തില്ലെങ്കിൽ ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. എന്താണാവോ? ചില സമയത്ത് എങ്ങനെയാ ഫയേഴ്സിൻ്റെ ഇത്. പക്ഷെ ഓവറോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് എൻട്രി എടുക്കാൻ പറ്റാറ്. അതാണ് ഞാൻ ഫയേഴ്സിൽ നിൽക്കുന്നത്. ചില നേരത്ത് ഭയങ്കര ലാഗാ. ചാർട്ട് കണ്ട 2-3 ചാർട്ട് നമ്മൾ ആഡ് ചെയ്തിടുമ്പോൾ ഓരോ ചാർട്ടിലും തീരെ ക്ലാരിറ്റി ഉണ്ടാവില്ല. കണ്ട മാറ്റി വെച്ചിട്ടും അത് അങ്ങോട്ട് മൂവ് ആവുന്നില്ല. ഇങ്ങനത്തെ സാഹചര്യങ്ങളിലെ പണി കിട്ടുക, നമ്മുടെ പ്ലാനൊക്കെ പുറത്തു പോവുക. ഇത്രയും നീക്കിയിട്ട് ഒരു ചലനം ഇല്ല കേട്ടാ. ഓർഡർ അങ്ങനെ എക്സിക്യൂട്ട് ആയി, SL ഹിറ്റ് ചെയ്തിട്ട് നമ്മുടെ. ഇനിയിപ്പോ ഒന്നുമില്ല, അടുത്ത എൻട്രി നോക്കുക. ചെറിയൊരു ലോസിൽ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട് എന്തായാലും. ഇങ്ങനത്തെ ഇതിൽ നമ്മൾ അവസാനം എനിക്ക് 2 സൈഡിക്ക് പോകും. ഇനി ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടാറില്ല പലപ്പോഴും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, പുതിയൊരു എൻട്രി എടുക്കാം. സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം നമ്മുടെ രാവിലത്തെ എൻട്രി. നമ്മൾ എന്താണ് ഉദ്ദേശിച്ച ആ രീതിയിൽ തന്നെ CPR വരെ മൂവ് ചെയ്തെത്തി. ഇനിയൊന്നും നോക്കാനില്ല, ഓൾറെഡി SL ഹിറ്റ് ചെയ്തു. നമ്മളെവിടുന്നാണ് SL ഹിറ്റ് ചെയ്ത് അവിടെ നിന്ന് അങ്ങടെ സൈഡ് കയറിപ്പോയി. നമ്മുടെ ബ്രോക്കർ ചതിച്ചു നൈസായിട്ട്. നമ്മള് ട്രെയിൽ ചെയ്ത് മാറ്റിയത് വീണ്ടും പഴയ ഏരിയയിലേക്ക് വെക്കണാട്ടി പിന്നെ എക്സിക്യൂട്ട് ആയില്ല ഓർഡർ കിട്ടാ. മാർക്കറ്റിൽ അത് ഇതായി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അതിന് ശേഷം ഇമോഷണലി നോക്കിയൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പൊ ഒരു ട്രേഡ് ഉണ്ട്. ഇപ്പോഴത്തെ കൺസിഡർ ചെയ്ത് എടുക്കണത് സെയിം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ഇത് 23,200ന്റെ നേരത്തെ കോൾ ഓപ്ഷൻ എടുത്ത് 23,200ന്റെ പുട്ട് ഓപ്ഷൻ. ഇത് കുറച്ച് ഇന്തമണിയായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം 23,200 എന്ന് പറയുമ്പോൾ ഇറങ്ങിയ ഏരിയ നിന്നാണ് നമ്മൾ തിരിച്ചെടുത്തിട്ടുള്ളത്. എവിടുന്നാണ് കാലത്ത് കയറിപ്പോയത്, അവിടുന്ന് ഏകദേശം 23,200ന്റെ ആ റേഞ്ചിൽ നിന്ന് 23,318 നിൽക്കുന്നത്. 200 പോയിന്റ്സ് മൂവ് ചെയ്ത് അപ്സൈഡ് കയറിയിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് താഴേക്കുള്ള എൻട്രി എടുത്തുള്ളത് അഡ്ഡമണി അല്ല, കുറച്ച് ഇന്തമണി എടുത്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ എൻട്രി എടുത്തത്, ഞാൻ എൻട്രി എടുത്തുള്ളത് കറക്റ്റ് 12:15ന്റെ ക്യാൻഡിലിന്റെ നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തപ്പോ, അതായത് 23,300 റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നപ്പോഴാണ് ഒരു എൻട്രി കൺസിഡർ ചെയ്തത്. പക്ഷെ ഇപ്പൊ വന്ന ക്യാൻഡിൽ ഇപ്പൊ കറന്റ് 12:34ന്റെ ക്യാൻഡില് ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു നമ്മുടെ റെസിസ്റ്റൻസ്. നമ്മുടെ ഞാനാച്ചെങ്കിൽ 195 ക്വാണ്ടിറ്റി എടുത്തു, ഒരു ലോട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് കുറച്ചു, 10 പോയിന്റ്സ് ആക്കി 15 എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ കുറച്ച് ടെൻഷൻ കൂടാറുണ്ട്. ടെൻഷൻ അല്ല, മീൻസ് SL ഹിറ്റുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിഫ്റ്റി 10 പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ SL ആവാൻ എന്റെ ഇത് വെച്ചിട്ട്, ഇപ്പൊ സ്കാൽപ്പിങ് അങ്ങനത്തെ രീതിയിൽ ബാക്കി ചെയ്യണവരെ എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു ഇത് വെച്ചിട്ട്, എന്റെ ഇത്രയും നാളെ സ്റ്റഡീസ് വെച്ചിട്ട് ചെറിയ ഇത് വെച്ച് നോക്കുമ്പോ 10 പോയിന്റ്സ് എന്നുള്ളത് ഒരു ക്യാൻഡിൽ വേണ്ട എന്റെ ഇതില് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനായിട്ട്. എൻട്രി എക്സിക്യൂട്ട് ആയ ക്യാൻഡിൽ വെച്ചെങ്കിൽ തന്നെ വലിയൊരു റെഡ് ക്യാൻഡിലും. ഇപ്പൊ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. നമ്മുടെ ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് വന്നെങ്കിലും കൂടിയിട്ട് താഴേക്ക് വീണ്ടും വന്നു. അപ്പൊ ഞാൻ ഈ കോസ്റ്റ് ഹോസിലേക്ക് എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു SL-നെ. ഇപ്പൊ ഒരു ക്യാൻഡിൽ വന്നിട്ട് നല്ലപോലെ DK വരുന്നുണ്ട്. എനിക്ക് ആദ്യത്തെ ആ ഒരു ഇത് SL ഹിറ്റ് ആയിട്ട് പ്രോഫിറ്റിലേക്ക് നന്നായിട്ട് പോയപ്പോ നല്ലപോലെ മൂവ് ചെയ്തപ്പോ ആ കോൺഫിഡൻസ് പോയി. അപ്പൊ ഇതും കൂടി കൊണ്ടുപോയിട്ട് ലോസ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ മുട്ടിച്ചു വെച്ചത്. ഇതിപ്പോ ഹിറ്റ് ആവും. ഇപ്പോ മൂവ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല, ധൈര്യമില്ല. ധൈര്യം മീൻസ് വെറുതെ കൊണ്ടുപോയിട്ട് ലോസിലാക്കണ്ടെന്നുള്ളൊരു ഇതിലാണ്. അപ്പോ എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനി ബസ്സിൽ ഹിറ്റായാൽ കഴിഞ്ഞു ഇന്നത്തെ ദിവസത്തെ ട്രേഡ്. ഓൾമോസ്റ്റ് 1 മണിയായിട്ടുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ചെയ്യാല്ല. നെക്സ്റ്റ് ഡേ ഇന്ന് കഴിഞ്ഞു, ഇന്ന് മാർക്കറ്റ് ഉണ്ടെന്നുള്ള ഒരു വ്യൂവിൽ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അടുത്ത ദിവസം ട്രേഡ് എടുക്കുക, ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. കാരണം പ്രോഫിറ്റ് നാളെയും വരും. ക്യാപിറ്റൽ ഇല്ലെങ്കിൽ
ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മുടെ എസ് എൽ ഇറ്റായിട്ട് കേട്ടോ. അപ്പോൾ വേറൊരു ദിവസം പുതിയ ട്രേഡ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ. ഞാൻ ഈ ഒരു വീഡിയോ ആഫ്റ്റർ മാർക്കറ്റാണ് എടുക്കണത്. നമ്മളിന്ന് എടുത്തിരുന്ന രണ്ട് എൻട്രീസും കറക്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് തന്നെ, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് വ്യൂ ഒക്കെ നമ്മൾ കറക്റ്റ് ആയിരുന്നു. നമ്മൾ എന്താണ് ഉദ്ദേശിച്ച് പറഞ്ഞ പോലെ രാവിലെ എൻട്രി എടുത്തു, ഇവിടുന്ന് എൻട്രി എടുത്തു. ഈ ഒരു ഫോളില് നമ്മുടെ എസ് എൽ എടുത്തു. എസ് എൽ എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൽ പ്രോപ്പറായിട്ട് ബ്രോക്കറിലെ ആപ്പിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ എസ് എല്ലിനെ വീണ്ടും ട്രെയിൽ ചെയ്തിട്ട് നോർമൽ നമ്മുടെ പ്രൈസ് 15 പോയിന്റ്സിലേക്ക് എത്തിയേക്കിനാട്ടി മുന്നേ തന്നെ അതിന്റെ തീരെ മൂവ് ചെയ്യാണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുക ചെയ്തത്. അപ്പോ അതിനുശേഷം നല്ല മൊമെന്റം കിട്ടി. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അത്യാവശ്യത്തിന് മൂവ് ചെയ്തു ട്ടോ. ഒന്നാമത്തെ ട്രേഡ് 23,100 കോൾ ഓപ്ഷൻ. സെക്കൻഡ് ട്രേഡ് 23 പുട്ട് ഓപ്ഷൻ നടന്നു 100. സെയിം കൺസെപ്റ്റ്. ഞാനിതിൽ സ്റ്റോപ്പ് ലോസ് കുറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം അത് ഹിറ്റ് ആയിട്ട് തന്നെ നമ്മൾ വെച്ച പോലെ ഒരു 50 പോയിന്റ്സ് ഒക്കെ നമ്മൾ വെക്കണ പോലെ വെച്ചിരുന്നെങ്കിൽ അത്യാവശ്യത്തിന് റിസ്ക് റിവാർഡിൽ നമുക്ക് കിട്ടിയായിരുന്നു. പക്ഷെ അതും ഹിറ്റായി. നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം മാർക്കറ്റ് ഇങ്ങനെയാണ്, നമുക്ക് പലപ്പോഴും തരും. അപ്പൊ ഇതിലൂടെ നമ്മൾ പഠിക്കുക, അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബിഗിനേഴ്സിനാണ് ഈ ഒരു വീഡിയോ. നമ്മൾ കുറെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. അപ്പോ കൺട്രോൾ ചെയ്യാൻ നോക്കുക, അത്രമാത്രം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ തന്നെ പോളിഷ് ചെയ്തിട്ട് ഒരു ബെറ്റർ ട്രേഡ് ആക്കുക ഓരോ ദിവസവും. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ടും വരിക. ബൈ. താങ്ക് യു.